ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु के नाम की महिमा हो। പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 2021 വീണ്ടും നമുക്ക് ഇങ്ങനെ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हमको ये जो अवसर प्रभु ने दिया है, इसके लिए मैं प्रभु को धन्यवाद देता हूँ। നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ബൈബിളിലെ അവസാനത്തെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ നിന്നൊരു വാക്യം നോക്കാം. आज हमारे अध्ययन के लिए हम बाइबल के आखिरी पुस्तक के आखिरी अध्याय पर हम मनन करेंगे। വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. प्रकटीकरण 21 का 11वां वचन। വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവസാന ഭാഗം. उसका जो आखिरी में लिखा है, जो शुद्ध है वो और भी शुद्ध हो जाए। അതിന്റെ അടുത്ത വാക്യം 12-ാമത്തെ വാക്യം പറയുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കേണ്ടത്? ഇതാ ഞാൻ വേഗം വരുന്നു. उसका जो प्रत्युत्तर के रीति में जो अगला वचन में लिखा है, उसका कारण लिखा है, वो है कि मैं वापस लौट के आ रहा हूँ। പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടം കർത്താവിന്റെ വരവ് വളരെ അടുത്ത ഒരു കാലഘട്ടമാണ്. प्रिय भाई और बहनों, हम जो काल में अभी रह रहे हैं वो प्रभु के आने का बहुत ही नजदीकी का समय है। ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ മഹാമാരിയുടെ ഒക്കെ സമയത്ത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്ത വളരെ വ്യാപകമായിട്ടുണ്ട്. अभी ये जो महामारी के काल में प्रभु के आने के विषय का जो याद है वो हमें अधिक हो रहा है। നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ സംഭവവികാസങ്ങൾ ലോകമാസകലം നടക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യത്തിന് കാര്യങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. हमारे इस काल में जिस रीति से चीजें बदल रही हैं, वह एक चीज को दिखा रहा है, एक कुछ बड़ी चीज जो आने वाली है। അത് ഇനി ലോകത്ത് നടക്കാനുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവാണ്. और वह चीज है इस दुनिया में घटी हुई सबसे बड़ी चीज, वो है प्रभु का दूसरा आगमन। 22-ന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. प्रकटीकरण 22 के 12 में लिखा है, मैं वापस लौट कर आ रहा हूँ। അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നാണ് അതിന്റെ തലേ വാക്യത്തിൽ പറയുന്നത്. उसके लिए हमें क्या करना है, उसके विषय में अगले वचन में बताया हुआ है। കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നത് കൊണ്ട് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. इसी कारण जो शुद्ध है वो अपने आप को और शुद्ध बनाए। ഇതൊരു വിചിത്രമായ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഒറ്റ കേൾവിയിൽ മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു കടങ്കഥ പോലെ തോന്നും. വിശുദ്ധൻ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? यह जो है ये एक समझने में थोड़ा कठिन जैसे लग रहा है, क्योंकि जो वचन है उसके अंदर कुछ छिपा हुआ है, ऐसे हमको लगता है। വിശുദ്ധനാണ് ആ ആളിന്റെ പേര് തന്നെ. ആ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? जो पवित्र है वो, उसका नाम ही पवित्र है, वो और भी पवित्र होना, इसका क्या मतलब है? പ്രിയപ്പെട്ടവരെ, നമ്മള് വിശുദ്ധൻ എന്നുള്ള പ്രയോഗം കാണുന്ന മറ്റൊരു ഭാഗം നമുക്ക് നോക്കാം. इस प्रकार से पवित्र करके जो बताया गया एक और वचन पवित्र शास्त्र से हम देखेंगे। 1 കൊരിന്ത്യർ അതിന്റെ 1-ാമത്തെ അധ്യായത്തില് അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, വിശുദ്ധന്മാര്, കൊരിന്തിലെ വിശുദ്ധന്മാർക്കാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് കാണുന്നു. हम 1 कोरिन्थी 11 में इस प्रकार से पढ़ते हैं, जिस प्रकार से कि कुरिन्थ के जो संत हैं, जो पवित्र हैं, उनके लिए वह लिख रहे हैं पौलुस। വളരെ അധർമ്മം പെരുകിയ ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്. कुरिन्थ जो स्थान था, वहां बहुत ही बुराई फैली हुई थी। എന്നാൽ പൗലോസും ഒക്കെ സുവിശേഷം പ്രസംഗിച്ച് പലരും സഭയിലേക്ക് വന്നു. ആ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ സഭയിലുള്ളവരെ പറയുന്നത് വിശുദ്ധന്മാർ എന്നാണ്. ये जो कलीसिया के में पौलुस जाकर वहां सुसमाचार सुनाकर वहां के लोगों में एक बदलाव आया, और उस बदले हुए उस झुंड के भाइयों को और बहनों को इस प्रकार से आप पवित्र होकर के उनको आमोदन कर रहे हैं। ബൈബിൾ ഭാഷയനുസരിച്ച്
കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച സഭയിലേക്ക് വന്ന ആളുകളെല്ലാം ഇതിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെയാണ് വിശുദ്ധർ എന്ന് പറയുന്നത്. पवित्र शास्त्र के हिसाब से जो भी प्रभु ने अपने को बुलाया है अपनी कलीसिया में, उन सबों को इसी वचन से बुलाया जाता है, वो हैं पवित्र. ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടു इस दुनिया से हटाए हुए लोग, അവരാണ് വിശുദ്ധർ. वही हैं वो पवित्र लोग. അപ്പോൾ കൊരിന്തില് നിന്ന് ഈ കാര്യത്തിനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയിലുള്ള എല്ലാവരെയും പൗലോസ് വിളിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ്. അത് അവർക്കൊരു സ്ഥാനീയമായ വിശുദ്ധിയാണ്, ഒരു പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. അതാണ് നമ്മളവിടെ കാണുന്നത്. इस प्रकार से दुनिया से छोड़कर प्रभु के राज्य में आए हुए उन संतों को इस प्रकार से पवित्र करके बोला गया है. इसका मतलब है उनको एक स्थानिक रीति में उनको एक पदवी दी है पवित्र करके. ഞാൻ കേരളത്തിൽ താമസിക്കുന്ന കോട്ടയത്ത്, ഞാൻ താമസിക്കുന്നതിനടുത്ത് ഒരു സ്ത്രീയെ, അവര് ദൈവഭക്തിയിൽ ജീവിച്ചവരായിരിക്കും, അവരെ കഴിഞ്ഞിടെ വിശുദ്ധയായിട്ട് കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു. मैं यहाँ कोट्टयम में केरल में रहता हूँ और यहाँ पे मेरे नजदीक में जो कलीसिया है, कैथोलिक कलीसिया, वहाँ के लोगों ने एक स्त्री जो रहती थी उनको पवित्र करके उनको एक स्थान दिया था. ഈ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഈ അൽഫോൻസാമ്മയുടെ വീടിന്റെ അവിടുന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ സഭയായിട്ട് മീറ്റിംഗ് കൂടുന്നത്. और ये जहां पर इस स्त्री को इस रीति से पदवी दी गई थी संत या पवित्र करके, वहां से केवल बहुत ही नजदीक में हम यहाँ कलीसिया के रूप में मिलते हैं. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ ചിലപ്പോൾ സഹോദരന്മാർ പറയാറുണ്ട്, നമ്മളും ഇവിടുത്തെ വിശുദ്ധരാണ്, യഥാർത്ഥത്തിലുള്ള വിശുദ്ധര് നമ്മളാണ് എന്ന് പറയാറുണ്ട്. हम जब ऐसे यहाँ पर अपने कलीसिया में जब मिलते हैं तो हम भाइयों के बीच में इस प्रकार से बोलते हैं कि हम यहाँ के पवित्र जन हैं करके. കാരണം ഈ സത്യത്തിനായിട്ട് നമ്മൾ ആയിരുന്നിടത്ത് നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. നമുക്ക് സ്ഥാനീയമായ ഒരു പദവിയാണുള്ളത്, വിശുദ്ധർ എന്ന പദവി. क्योंकि हमें इस दुनिया की रीतियों से बाहर निकालकर हमको एक स्थानिक पदवी मिली है, वो है पवित्र जन. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഈ കൊരിന്ത്യരെ പൗലോസ് വിശുദ്ധർ എന്ന് വിളിക്കുന്നതിനെ തുടർന്ന് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കൊരു ഞെട്ടൽ പലപ്പോഴും അനുഭവപ്പെടും. अगर हम जिस रीति से पौलुस यहाँ इन भाइयों को पवित्र बोलते हुए जब हम आगे के अध्यायों को जब पढ़ते हैं तो हमको एक अजीब सा महसूस होता है. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളൊക്കെ നോക്കുക. 1 कुरिन्थी का पहले अध्याय का 10वां वचन हम उस जगह पे पढ़े तो അവിടെ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. मुझे यहाँ मालूम पड़ता है कि आपके बीच में झगड़ा है, क्योंकि क्लोए के भाइयों ने इसके विषय में मुझे बताया है. ആരുടെ ഇടയിലാണ് ഈ പിണക്കമുള്ളത്? വിശുദ്ധന്മാർ എന്ന് വിളിക്കപ്പെട്ടവരുടെ ഇടയിലാണ് ഈ പിണക്കമുള്ളത്. इस प्रकार से ये जो झगड़ा है ये किनके बीच में है? यही जिनको पवित्र जन बोले गए हैं उनके बीच में बोला गया है. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്ന് മാത്രമല്ല, അവർ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഞാൻ ഇന്നയാളുടെ പക്ഷക്കാരൻ, നിങ്ങൾ ഇന്നയാളുടെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗീയത അവിടെ നമ്മൾ കാണുന്നു. और 12 में हम इस प्रकार से आगे पढ़ते हैं किस प्रकार से यह झगड़ों से बढ़कर वह बोलते हैं कि मैं इस व्यक्ति के साथ जुड़ा हूं, मैं उस व्यक्ति के साथ जुड़ा हूं. इस प्रकार से और भी भिन्नता वहां फैल रही है. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ അവിടെ ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നു. तीसरे अध्याय के पहले वचन में हम इस प्रकार से पढ़ते हैं कि पौलुस बोलते हैं कि मैं आत्मिक लोगों के समान मैं आपसे नहीं बोल पा रहा हूं, आप लोग तो शारीरिक लोग हो. 3-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഉണ്ടായിരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് പറയുന്നു. और तीसरे वचन में इस प्रकार से बोल रहे हैं कि आपके बीच में ईर्ष्या और झगड़े हैं,
और क्या आप शारीरिक नहीं हो? അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും. അവരുടെ ഇടയിൽ വലിയ തോതിലുള്ള ദുർനടപ്പുണ്ട്. और 5वें अध्याय में हम आएंगे तो हम हिल जाएंगे जिस प्रकार से गलत रीति का चाल है उनके बीच में। ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഇടയിൽ കേസും വഴക്കുമുണ്ട്. കേസ് തീർക്കാൻ മറ്റ് ജാതികളായ ആളുകളെ അവർ സമീപിക്കുന്നു. और 6वें अध्याय में हम देखते हैं तो उनके बीच में झगड़ा इतना बढ़ गया है कि वो कोर्ट कचहरी में केस कर रहे हैं। എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവര് വിഗ്രഹാർപ്പിതം തിന്നുന്നതിൽ അവർക്ക് മടിയൊന്നുമില്ല, അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുന്നു. और 8वें अध्याय में आते हैं तो मूर्ति पूजा और मूर्ति के लिए दिए हुए चीजों को खाने में उसके विषय में इनको ना ही समझ है और वो करते जा रहे हैं। ഇതെല്ലാം ആരെക്കുറിച്ചാ പറയുന്നത്? ये सब വിശ്വാസിയാണ് പറയുന്നത്. ये सब किसके विषय में बोल रहा है? इन पवित्र जन के विषय में ही बोल रहे हैं। പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈർഷ്യയും പിണക്കവും ദുർനടപ്പും ഒക്കെ വിശുദ്ധന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണോ? क्या यह चीजें जो बोल रहे हैं, ईर्ष्या है, झगड़ा है और गलत मार्गों पर चल रहे हैं, क्या ये सब हम एक पवित्र जन के विषय में सोच सकते हैं? അപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം. हम जो चीजों को सोच रहे हैं उसको इस रीति से हम उसको जोड़ सकते हैं। ഈ കൊരിന്തിലുള്ളവര് അവരെ ദൈവം വിളിച്ചു വേർതിരിച്ചു എന്ന അർത്ഥത്തിലാണ് അവരെ വിശുദ്ധർ എന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത്. प्रभु ने इन लोगों को दुनिया से बाहर लेके अलग किया और उन्हें एक स्थानिक पदवी दी। इस रीति से वो पवित्र बोले गए हैं या जाने गए हैं। അവരെ ഒരിക്കൽ ലോകത്തിലായിരുന്നു, ഇന്ന് അവർ സഭയിലാണ്. അവരുടെ സ്ഥാനം മാറി. एक दिन वो दुनिया में थे परंतु आज वह उसमें से निकलकर अभी वो कलीसिया के भाग हैं। ഒരിക്കൽ അവർ ഈ ലോകത്തിന്റെ പിന്നാലെ വിരഞ്ഞോടിയിരുന്നു. ഇന്ന് അവര് ദൈവികമായ മൂല്യങ്ങളെ സ്വീകരിച്ച് അതിലേക്ക് വന്നിരിക്കുന്നു. അവരെ അതിലേക്ക് വേർതിരിച്ചിരിക്കുന്നു, സെറ്റ് അപ്പാർട്ട്. അതുകൊണ്ട് അവരെ വിശുദ്ധർ എന്ന് പറയുന്നു. एक दिन पहले सालों में वह इस दुनिया और दुनिया के रीतियों के अनुसार चलते थे परंतु उसमें से निकलकर अभी दैविक चीजों में और दैविक रीतियों में बढ़ने का उनका चाल के स्वरूप में उन्हें अलग किया गया है। അപ്പോ ഇവിടെ ഈ ലേഖനം പൗലോസ് തുടർന്ന് എഴുതുമ്പോൾ അവരെ ഉത്ബോധിപ്പിക്കുന്നത് എന്താണ്? तो ये यहाँ पर ये पत्री लिखते वक्त पौलुस क्या बोलना चाहता है उनके साथ? അദ്ദേഹം പറയുന്നത്, കൊരിന്തിലുള്ള വിശുദ്ധന്മാരെ, നിങ്ങൾക്കൊരു സ്ഥാനീയമായ ഒരു വിശുദ്ധി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. पौलुस इस प्रकार से वह कुरिन्थ के भाई बहनों से बोल रहे हैं कि आपको इस रीति से स्थानिक एक पदवी दी गई है। നിങ്ങൾ വിശുദ്ധരാണ്, പക്ഷേ ഈ വിശുദ്ധരായ നിങ്ങൾ ഇനിയും വ്യക്തിപരമായി പ്രായോഗികമായ തലത്തിൽ ഒരു വിശുദ്ധിയെ തികയ്ക്കേണ്ടതായിട്ടുണ്ട്. आप पवित्र तो बोले गए हो परंतु आपको उससे बढ़कर आपके व्यक्तिगत जीवन में, आपके प्रैक्टिकल लाइफ में किस प्रकार से आपको उन्नति करने की जरूरत है पवित्रता में। ഇതാണ് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നത്. यही अर्थ है उसका जब बोला जा रहा है कि पवित्र और भी अपने आप को पवित्र बनाएं। ഇവിടെ വിളിച്ച വിളിക്ക് യോഗ്യമായ നിലയിൽ ഒരു പ്രായോഗികമായ തലത്തിൽ വ്യക്തിപരമായ തലത്തിൽ വിശുദ്ധിയെ തേക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്, ഈ വിശുദ്ധർക്ക് തന്നെയാണ്. ये जो पवित्र जन है उनको ही यह उत्तरदायित्व है कि वह जिस रीति से बुलाए गए हैं वहां से अपने आप को पवित्रता में आगे बढ़ाने के लिए। പ്രിയപ്പെട്ടവരെ, നമ്മളും ഓരോ കാലഘട്ടത്തിൽ ദൈവത്താൽ ഈ ലോകത്ത് നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. प्रिय भाई और बहनों, हम लोग भी इसी प्रकार से एक समय पर दुनिया से बाहर निकाले गए हैं। അതുകൊണ്ട് തന്നെ ദൈവിക വീക്ഷണകോണത്തിൽ നമ്മൾ വിശുദ്ധരാണ്. इसीलिए हम प्रभु के रीतियों में हम पवित्र हैं। 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഇവിടെയും എല്ലായിടത്തുമുള്ള വിശുദ്ധന്മാർ, നമ്മളെ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. 1 कुरिन्थी 2 अध्याय में इस प्रकार से पौलुस लिखते हैं कि यहाँ के पवित्र जन और बाहर के जिसके अंदर इसके अनुसार हम भी उसमें जुड़ जाते हैं। അപ്പോ നമ്മൾ വിശുദ്ധരാണ്, പക്ഷേ നമ്മൾ എന്ത് വേണം? പ്രായോഗികമായി വ്യക്തിപരമായ വിശുദ്ധിയിൽ
നാൾ കഴിയുന്തോറും തികഞ്ഞു വരണം. इसका मतलब है कि हम पवित्र हैं, परंतु जैसे दिन बीतते हैं उसके अनुसार हमें प्रायोगिक रीति में पवित्रता में बढ़ने की जरूरत है. നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്ത് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ക്രമീകരണം വരുത്തി. जब हमारा उद्धार हुआ था उस समय हमें कई चीजों का ज्ञान हुआ और उस हिसाब से हमने कई चीजों को सही भी किया. ഇന്ന് ഓരോ നാൾ കഴിഞ്ഞു പോകുന്തോറും നമ്മൾ വിശുദ്ധിയിൽ വർദ്ധിച്ചു വരണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. और प्रभु यही चाहते हैं कि जिस प्रकार से हम आगे बढ़ रहे हैं उसमें हमें उस पवित्रता में आगे बढ़ने की जरूरत है. यही प्रभु का हित है. നാം കൂടുതൽ വിശുദ്ധി പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തെ കൂടുതൽ പാപമയമായി കണ്ടുകൊണ്ടിരിക്കണം എന്ന് സാരം. हम पवित्रता में बढ़ने का मतलब यह है कि हमें पाप को और पापमय दिखना चाहिए. നമുക്ക് ഒരു പാപബോധം നാൾ കഴിയുന്തോറും വർദ്ധിച്ചു വരണം. हमें वो पाप का जो बोध है वो और भी अधिक और अधिक हमारे जीवन में बढ़ना चाहिए. നമ്മൾക്ക് കൂടുതൽ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? हमको इस प्रकार से पाप के विषय में एक अधिक बोध होने के लिए हमें क्या करना चाहिए? റോമർ 6:1 പൗലോസ് ഈ വിഷയം ബന്ധപ്പെടുത്തി ചോദിക്കുന്നു, കൃപ പെരുകേണ്ടതിന് പാപം കൂടുതൽ ചെയ്യുകയെന്നോ ഒരു നാൾ വരും. पौलुस इस प्रकार से रोमियो के 6वें अध्याय में पढ़ते हैं कि क्या अनुग्रह बढ़ रहा है तो क्या पाप भी बढ़े. എന്ന് വെച്ചാൽ നമുക്ക് പാപത്തെക്കുറിച്ച് കൂടുതൽ ബോധം ഉണ്ടാകാൻ നമ്മൾ കൂടുതൽ പാപം ചെയ്ത് അങ്ങനെയാണോ അതിന്റെ വഴി? അല്ല അല്ല. इसका मतलब ये होता है कि क्या मैं पाप को और गंभीरता से लेने के लिए और भी पाप में गिरने की जरूरत है क्या? नहीं, यह रास्ता नहीं है. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പാപം ചെയ്യാതെ പാപബോധം വർദ്ധിച്ചു വരാൻ എന്താ മാർഗം? ऐसा है तो पाप किए बिना पाप के विषय में हमें जागृति और बढ़ाने के लिए उसका मार्ग क्या है? അതിന്റെ ഒരു താക്കോൽ അതിന്റെ തൊട്ട് തലേ 2 വാക്യങ്ങൾക്ക് പിന്നാലെ 5:20 റോമർ 5:20 പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. और इसके छुटकारे के लिए एक चाबी जो 2 वचन पहले 5वें अध्याय के 20 में इस प्रकार से पौलुस बोलते हैं. റോമർ 5:20 പറയുന്നു, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. और 20वें वचन में इस प्रकार से हम पढ़ते हैं, परंतु जहां पाप बहुत हुआ वहां अनुग्रह उससे भी कई अधिक हुआ. അപ്പോ ഇവിടെ കണ്ടോ 5:20 പറയുന്നു, ലംഘനം പാപം എന്ത് ചെയ്തു? പെരുകി എന്നാ പറയുന്നത്. देखिए 20 में किस प्रकार से लिखा है, पाप बहुत हुआ. ആ പാപം പെരുകിയത് എങ്ങനെയാ? പാപം കൂടുതൽ ചെയ്തുകൊണ്ടാണോ? ये पाप कैसे बढ़ा? क्या पाप ज्यादा करते हुए बढ़ा क्या? അല്ല, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു വന്നു എന്നാണ് അവിടെ പറയുന്നത്. वहां उस प्रकार से पाप बढ़ा नहीं, परंतु यहाँ लिखा है अनुग्रह उसके साथ अधिक हुआ. അങ്ങനെ ന്യായപ്രമാണം ദൈവവചനം കൂടുതൽ തെളിമയോടെ വന്നപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം വർദ്ധിച്ചു വന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. वहां 20 के पहले हम पढ़ते हैं कि और व्यवस्था बीच में आ गई. इसका मतलब है कि जैसे पवित्र शास्त्र से हमको और मालूमात हुआ तो हमें हमारे पापों के विषय में अधिक जागृति हुई. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപബോധം വർദ്ധിച്ചു വരാൻ വേണ്ടി കൂടുതൽ പാപം ചെയ്യണ്ട. हमें पाप के विषय में और जागृति होने के लिए पाप करने की जरूरत नहीं है. മറിച്ച് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ദൈവവചനം അത് കൂടുതൽ തെളിമയോടെ വന്നാൽ മതി. जिस प्रकार से यहाँ हम पढ़ रहे हैं, पाप के विषय में जागृति होने के लिए व्यवस्था और भी स्पष्टता से हमारे बीच में पवित्र शास्त्र के द्वारा आएगा, वही बस है. ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ മേശയിലുള്ള പൊടിയെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ പൊടി ഉണ്ട്, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ
കൂടുതൽ പൊടി കൊണ്ടുവന്ന് ഇതിൽ ഇടുകയല്ല, മറിച്ച് ഒരു 1000 വാട്ടിന്റെ ബൾബ് തെളിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴുള്ള പൊടി കൂടുതൽ വ്യക്തതയോടെ കാണും. और मैं जिस टेबल पर बैठा हुआ हूँ, यहाँ पे धूल पड़ा हुआ है, उसमें वह धूल को देखने के लिए और भी धूल डालने की जरूरत नहीं है, परंतु जरूरत है एक प्रकाशमय बल्ब, ताकि 1000 वाट का एक बल्ब रखेंगे तो हमें उसकी गंदगी स्पष्टता से दिखेगी। പ്രിയപ്പെട്ടവരെ, നാളെ കഴിയും തോറും നമുക്ക് ദൈവവചനം കൂടുതൽ സജീവമായിരിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പാപബോധം വർദ്ധിച്ചു വരണം. और जिस प्रकार से समय बीतता है, उसी प्रकार से हमारे पाप के विषय में जागृति हमारी बढ़नी चाहिए और पवित्रता में हमें बढ़ना चाहिए। അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാപത്തെക്കുറിച്ചുള്ള ആ പാപബോധം, പാപത്തെക്കുറിച്ചുള്ള ആ സെൻസിറ്റിവിറ്റി, അതിനെക്കുറിച്ചുള്ള സംവേദനക്ഷമത അത് വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടതുപോലെ നമുക്ക് കൂടുതൽ വിശുദ്ധരായി തീരാനായിട്ട് കഴിയും. इस प्रकार से हम अगर जीते हैं तो जो पाप के विषय में जो जागृति है वो हमारे जीवन में बढ़ती है, और जो वाक्य जिसके ऊपर मनन कर रहे हैं वो हमारे जीवन में सच होगा, अधिक पवित्र हो रहा है। ന്യായപ്രമാണം, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചേർന്ന് വരുമ്പോൾ നമ്മൾ എന്ത് കണ്ടു തുടങ്ങും? ये व्यवस्था हमारे जीवन में जब और भी हमको स्पष्ट होता है तो हमारे जीवन में क्या बदलाव होगा? ഉദാഹരണത്തിന് 1 പത്രോസ് 2:21, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃകയാണ്, മുന്നോടിയാണ് എന്ന് കാണുമ്പോൾ അത് നമുക്ക് നേരത്തെ ഇല്ലാത്ത വർദ്ധിച്ച അളവിൽ ഒരു പാപബോധം തരും. पवित्र शास्त्र में 1 पत्रस में हम इस प्रकार से पढ़ते हैं कि प्रभु यीशु का जो उदाहरण है वो जब हम देखते हैं तो हमारे जीवन के पाप के विषय में हमें और भी स्पष्टीकरण होता है। കാരണം പാപത്തിന്റെ കാര്യത്തിൽ കർത്താവിന് ഒരു ഒത്തുതീർപ്പും ഉണ്ടായിരുന്നില്ല. ആ കർത്താവായിരിക്കണം നമ്മുടെ മാതൃക എന്ന ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇല്ലാത്ത വിധം പാപത്തെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരായിത്തീരും. इस प्रकार से जब यह प्रभु यीशु के जीवन का जो व्यवस्था है या प्रभु पवित्र शास्त्र में जब हम पढ़ते हैं और वह हमारे जीवनों से जोड़ते हैं तो हमें एक पाप के विषय में और भी अधिक जागृति आती है। ഫിലിപ്പിയർ 2:5 ഇതാ മറ്റൊരു വചനം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് വരുന്നു. फिलिपी 2:5 में हम इस प्रकार से हमको जीवन में जोड़ने लायक एक और वचन है। ക്രിസ്തുയേശുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ വചനം ചേർന്ന് വരുമ്പോൾ പണ്ട് നമുക്ക് പാപമായിട്ട് തോന്നാത്ത പലതും പാപമായിട്ട് തോന്നാൻ തുടങ്ങും. इस प्रकार से प्रभु यीशु के जीवन के विषय में हम जब देखते हैं तो कई चीजें जो हमें पापमय नहीं लगता है वह भी हमें पाप समान दिखने लगता है। 1 യോഹന്നാൻ 2:6 ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന വചനം ചേർന്ന് വരുമ്പോൾ നമുക്ക് പണ്ട് പാപമായിട്ട് തോന്നാത്ത പലതും പാപമായിട്ട് തോന്നി തുടങ്ങും. 1 यूहन्ना में हम इस प्रकार से पढ़ते हैं, जो प्रभु में चलता है वो प्रभु के पथ चिन्हों पर चलना चाहिए। यह जब हम पढ़ते हैं तो हमें हमारे जीवन के पाप की अवस्था और भी स्पष्ट होती है। റോമർ 8:29 അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത് എന്ന ആ വചനം നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ പാപബോധം കൂടുതൽ വർദ്ധിക്കും. और रोमियो 8:29 में हम जिस प्रकार से पढ़ते हैं कि हमें उसके स्वरूप में बदलने के लिए बुलाया गया है, यह जब हम पढ़ते हैं तो हमें हमारे पाप की अवस्था और भी स्पष्ट होती है। കണ്ടോ, ഇവിടൊക്കെ നമ്മൾ പാപം ചെയ്തുകൊണ്ടല്ല പാപം പെരുകിയത്. अब पाप करते हुए नहीं, पाप बढ़ गया करके हमें दिखा। മറിച്ച് റോമർ 5:20 നമ്മൾ കണ്ടതുപോലെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് വന്നപ്പോൾ നമ്മൾ എന്ത് കണ്ടു? ലംഘനം പെരുകിയതായിട്ട് കണ്ടു. इसी प्रकार से पाप करके नहीं हमें पाप की जागृति करनी है, परंतु पाप के विषय का जो व्यवस्था है, जो प्रभु के वचन है,
वो हमारे जीवन में जब खुल के आता है या हम जोड़ते हैं, तब हम पवित्र होते हैं या पवित्रता में बढ़ते हैं। നമ്മൾ പ്രായോഗികമായിട്ട് ഒരു ആളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ. हम प्रायोगिक रीति में एक व्यक्ति के विषय में पढ़े में जो लूका के 5वें अध्याय में है। അതിന്റെ 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ കർത്താവ് ഗന്നേസരത്ത് തടാകത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ വചനം കേൾക്കാൻ പുരുഷാരം തിങ്ങിക്കൂടി. और 5वें अध्याय में हम इस प्रकार से पढ़ते हैं कि वह सागर के बाजू में जब खड़े रहते हैं तो लोग सब उनको सुनने के लिए झुंड में आते हैं। ഉടനെ കർത്താവ് അവിടെ കരയിൽ അടുത്ത് കിടന്നിരുന്ന ശീമോൻ പത്രോസിന്റെ വഞ്ചിയിൽ കയറി, വള്ളത്തിൽ കയറി അല്പം കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. और वहां पर जब सब लोग इस प्रकार से झुंड में आए तो उन्होंने पतरस का नाव को चुना और बोला कि उस चाव चढ़कर बोला कि मुझे थोड़ा नदी में और अंदर की ओर लेके जाएं। നമുക്ക് ആ സംഭവം അറിയാം. പത്രോസ് അങ്ങനെ ചെയ്തു. കർത്താവ് ആ വള്ളത്തിലിരുന്ന പുരുഷാരത്തോട് സംസാരിച്ചു. और हमें वह अवस्था मालूम है जिस प्रकार से पतरस ने अपने नाव को और भी थोड़ा बाहर की ओर लेके गए और वहां बैठकर प्रभु यीशु ने प्रचार किया। സംഭാഷണം കഴിഞ്ഞപ്പോൾ കർത്താവ് ശിമോൻ പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വലയിറക്കാം, മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. और ये सब प्रचार होने के बाद प्रभु यीशु ने पतरस से बोला, तू वहां जाकर और भी गहराई में तू तेरा जाल फेंक। ആ തടാകം അവിടെ എപ്പോഴാണ് മീൻ കിട്ടുന്നത്, ഇതൊക്കെ കൈവെള്ള പോലെ അറിയാവുന്ന ഒരാളാണ് പത്രോസ്. और पतरस एक ऐसा व्यक्ति है, उसको स्पष्ट रीति से वहां झील में कब कब और कैसे मछली पकड़ना है उसके बारे में उसको स्पष्ट मालूम है। ഏകദേശം നേരം പുലരുന്നു. ഈ പുലർച്ചയില് മീൻ കിട്ടാൻ സാധ്യത കുറവാണ് എന്നൊരു മുഖവനായ പത്രോസിനറിയാം. और पतरस जो इतने सालों से मच्छी पकड़ रहा है उसको मालूम है कि इतने सुबह सुबह जाल डालेंगे तो यहाँ मच्छी नहीं आएगा। എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പത്രോസ് പറയുന്നു. तब भी पतरस बोलता है, तू बोल रहा है तो मैं ये जरूर करूंगा। നമുക്കറിയാം, വലിയൊരു മീൻപിടുത്തം, വല നിറയെ മീന് അവിടെ ലഭിച്ചു. और हम जानते हैं कि बहुत जाल भर कर वहां उनको मच्छी पकड़ने को मिलता है। അവിടെ 5-ാമത്തെ വാക്യം കണ്ടോ? ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. और वहां देखिए कैसे पतरस वहां प्रभु यीशु के पैरों पर गिरकर बोलता है, मैं पापी हूं, आप मेरे से दूर निकल जाएं। കണ്ടോ, കർത്താവ് കാണിച്ച അത്ഭുതത്തിന്റെ മുമ്പാകെ പത്രോസിന് ബോധ്യം വന്നത്, ഞാനൊരു പാപിയാണ്, ഈ വിശുദ്ധനായ കർത്താവിനോട് അടുത്ത് പെരുമാറാൻ എനിക്ക് അർഹതയില്ല, അതുകൊണ്ട് കർത്താവേ, പാപിയായ എന്നെ വിട്ടുപോകണമേ എന്നാണ് അവന്റെ പ്രാർത്ഥന. देखिए किस प्रकार से उसको यह बोध्य आया कि मैं पापी हूं, मैं इतने पवित्र प्रभु यीशु के साथ संगति में मैं आगे बढ़ने की योग्य नहीं हूं, इसलिए वो बोलते हैं, प्रभु मैं पापी हूं, आप मुझसे दूर जाएं। നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്രോസ് എന്തോ പാപം ചെയ്തു? अगर इस अवस्था को हम सही रीति से देखें तो पतरस ने कौन सा पाप किया यहाँ पर? നമുക്കറിയാം, നേരത്തെ ഒരിക്കൽ പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെന്നിട്ടുണ്ട്. हम जानते हैं कि पतरस इससे पहले भी प्रभु यीशु के पास आए थे। യോഹന്നാൻ 1:40-42 വാക്യങ്ങളില് പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുത്ത് ചെന്നു. हम जानते हैं कि पतरोस का भाई अंद्रयोस യോഹന്നാ को लेकर उनके पास लेके गए थे। അവിടെ ചെന്നപ്പോൾ കർത്താവ് അവനെ കേഫ എന്ന് പേര് കൊടുത്തു. ഇതൊക്കെ കൊടുത്തെങ്കിലും അവൻ യേശുവിനെ പരിചയപ്പെട്ടിട്ട് പഴയ പണിക്ക് അങ്ങ് പോയി. परंतु वहां पर उसको पतरस को यीशु के सामने लाने के बावजूद भी वहां पे बातचीत तो हुई, परंतु वह सब होने के बावजूद भी वह वापस अपने मछली के काम में निकल गया। യേശു അവനൊരു പുതിയ പേര് കൊടുത്തു. തന്നോടൊപ്പം പോകാനായിട്ടുള്ള ആ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അവൻ അവന്റെ പഴയ തൊഴിലിന് പോയി. वहां पर जब उनका मुलाकात हुआ था वहां पर उन्होंने उनको एक नया नाम दिया, केफा करके, परंतु ये सब बोल के प्रभु के मार्गों में आने का एक दर्शन भी दिया, परंतु वह सब वह भूल कर वह अपने ही पुराने काम में निकल गया, मच्छी पकड़ने का। ഈ കാര്യത്തെക്കുറിച്ച് പത്രോസിന് ഓർമ്മയുണ്ടായിരിക്കും. शायद इसके विषय में पतरस के दिमाग में था, याद था। അതുകൊണ്ട് ഇതാ 2-ാം വട്ടം
യേശു അവനെ അഭിമുഖീകരിച്ചപ്പോൾ അവൻ പറയുന്നു, കർത്താവേ, ഞാന് നിന്നോട് അടുത്ത് പെരുമാറാൻ യോഗ്യനല്ല, പാപിയാണ്, എന്നെ വിട്ട് നീ പോകണമേ എന്നവൻ പറയുന്നു. शायद ये सारी चीजें उसके याद में था, और जब ये दूसरी बार उसको बुलाया इस रीति से और प्रभु उनके नजदीक में आके कुछ कार्य करने को बोला, तो वो बोला, मैं पापी हूं, आप मुझसे दूर जाएं. കർത്താവ് തനിക്ക് നേരത്തെ തന്ന ആ വിളിക്ക് യോഗ്യമായിട്ട് പെരുമാറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പാപബോധമായിട്ട് ഇപ്പോഴവന് ബോധ്യപ്പെടുന്നു. प्रभु ने जिस प्रकार से उसको अपनी ओर बुलाया, उसको उसने प्रत्युत्तर नहीं दिया, इसके विषय में उसको दुख होकर वह इस प्रकार से बोला होगा, प्रभु मैं पापी हूं. പത്രോസ് പുതിയ പാപം ചെയ്തുകൊണ്ടല്ല ഇപ്പോൾ കൂടുതൽ പാപിയായി തീർന്നത്. प्रभु पतरस नए पाप करके एक पाप की अवस्था को नहीं समझ रहा है, പക്ഷെ തന്നിൽ തന്നെയുള്ള കർത്താവിനോട് ചേർന്ന് നടക്കാൻ കഴിയാത്ത ആ മത്സര മനോഭാവത്തെക്കുറിച്ച് ഇപ്പോൾ വെളിച്ചമായ കർത്താവിൽ നിന്ന് അവന് വെളിച്ചം കിട്ടിയപ്പോൾ അവൻ പറയുന്നു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോണേ. परंतु अब जब प्रभु के साथ वह मिल रहा है और उसके मन में एक प्रभु के विषय में एक विरोध है, वह सब देखकर उसे जागृति हो रही है कि मैं पापी हूं. ആ ഉടനെ കർത്താവ് എന്താ ചെയ്യുന്നത്? അതിന്റെ തൊട്ടടുത്ത വാക്യങ്ങൾ നോക്കുക. देखिए प्रभु तुरंत क्या करता है उसके लिए, उसके अगला वचन देखिए. ആ ശരിയാ, ഞാൻ നിന്നെ വിട്ടു പോകുക എന്നാണോ കർത്താവ് പറഞ്ഞത്? तो प्रभु बोले कि क्या मैं तुझको छोड़कर चले जाऊं, इस प्रकार से उसने बोला था. എന്നെ വിട്ടു പോകണമേ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. നീ എൻ്റെ പ്രിയ ശിഷ്യനാകും എന്ന് പറഞ്ഞ്, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കർത്താവ് ചെയ്തത്. प्रभु ने वहां पर जब उसने बोला कि आप मुझसे दूर चले जाओ, उसके बदले में प्रभु ने वहां पे क्या किया, उसको एक विशिष्ट अपना नजदीक का शिष्य बनाने के रीति में उससे बोलता है कि तू मेरे हृदय के नजदीक है करके अपनी और भी नजदीक लेके आता है. പ്രിയപ്പെട്ടവരെ, ദൈവിക വെളിച്ചത്തിൽ നമ്മളും നമ്മുടെ പാപാവസ്ഥ കണ്ട് കർത്താവെ, ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. हम जब इसी प्रकार से हमारे प्रभु के व्यवस्था के अनुसार हम जब पाप में अपने आप को समझते हैं और अंगीकार करते हैं कि हम पापी हैं, तो प्रभु हमको अपने और भी अधिक खींचता है. 2 അധ്യായം കൂടെ കഴിയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം നോക്കുക. और 2 अध्याय आगे जाते हुए लूका 7वें अध्याय में देखिए क्या कैसा है. അതിന്റെ 36 മുതൽ 7-ാം അധ്യായം അതിന്റെ 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 7:36-50. लूका का 7वें अध्याय का 36 से 50 तक अगर हम पढ़ेंगे, അവിടെ കർത്താവ് പരീശന്മാരിൽ ഒരുത്തന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നു. वहां एक फरसी के घर पर प्रभु यीशु खाने के लिए गए थे. നമുക്ക് ആ സംഭവം അറിയാം. പാപിനിയായ ഒരു സ്ത്രീ വന്ന് കർത്താവിനെ തൈലം പൂശി. और हम जानते हैं कि वहां जो एक पापनी स्त्री थी, वह प्रभु के पांवों को पर एक അപ്പോൾ ആ പരീശൻ ഉള്ളില് അതിനെക്കുറിച്ച് പലത് ചിന്തിക്കുന്നു. वह फरसी किस प्रकार से उस स्त्री के विषय में कई चीजें सोचता है. ഉടനെ കർത്താവ് ഈ പരീശനോട് ഒരു ഉപമ പറയുന്നു. वहां प्रभु उस फरसी के साथ एक दृष्टांत बताता है. അതിന്റെ 41-ാം വാക്യം നോക്കുക. ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. 500 വെള്ളിക്കാശും 50 വെള്ളിക്കാശുമാണ് അവര് കൊടുക്കാനുണ്ടായിരുന്നത്. वहां एक महाजन थे, उसके पास 2 लोग थे जिन्हें पैसा लौटाना था, एक को 50 और एक को 500. ഓ, ഈ 2 പേർക്കും ഇളച്ചു കൊടുത്തു. പക്ഷേ ഇവരിൽ ആരാണ് അധികം സ്നേഹിക്കുന്നത്? കർത്താവ് പരീശനോട് ചോദിച്ചു. दोनों को उनको जो लौटाना था वो माफ कर दिया, परंतु उन दोनों में से कौन ज्यादा प्रेम करेगा? അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. പരീശന്റെ ഉത്തരം ശരിയായിരുന്നു. जिसको ज्यादा माफी मिला है वही अधिक प्रेम करेगा. वह फरसी का उत्तर सही था. ഈ പാപിനിയായ സ്ത്രീ അവളുടെ തന്നെ നോട്ടത്തിൽ അവൾ പാപിയാണ്,
അതുകൊണ്ട് അവൾക്ക് കൂടുതൽ ഇളച്ചു കിട്ടി. അവൾ കർത്താവിനെ അധികം സ്നേഹിക്കുന്നു. यह जो पापनी स्त्री थी उसको उसके पाप के विषय में जागृति थी, इस कारणवश उसको और भी अधिक पाप उसके निकाल दिए गए। പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ നമ്മുടെ പാപബോധം വർദ്ധിച്ചു വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹവും നമുക്ക് വർദ്ധിച്ചു വരും. इसी प्रकार से जब हमें पाप के विषय में अधिक बोध होता है तो हमें प्रभु के साथ वो प्रेम भी हमारा बढ़ेगा। അപ്പോൾ നമുക്ക് കൂടുതൽ ഇളച്ചു കിട്ടി എന്നുള്ള നന്ദിയോടെ സ്നേഹത്തോടെ നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുത്ത് വരും. हमें ज्यादा माफी मिला है, ये जब हम समझते हैं तो हम प्रभु के और भी नजदीक धन्यवाद के साथ आते हैं। പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളൊരു ചെറിയ രംഗം കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിലാണ് ആ ഭാഗം കാണുന്നത്. मरकू के 5वें अध्याय में एक ऐसी चीज हम पढ़ते हैं। അവിടെ കർത്താവ് പുരുഷാരവും കൂടി ഇങ്ങനെ പോകുന്നു. പുരുഷാരം കർത്താവിനെ തിക്കിക്കൊണ്ടിരിക്കുന്നു. वहां प्रभु यीशु और कई लोग मिलकर उनके साथ जा रहे हैं और सब लोग झुंड में उनको दबा रहे हैं। മർക്കോസ് 5-ന്റെ 24-ാമത്തെ വാക്യം, പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. वहां 5वें अध्याय के 24वें वचन में हम पढ़ते हैं कि भीड़ जो थी उनको दबा रहे थे। അങ്ങനെ തിക്കിക്കൊണ്ടിരുന്നപ്പോ രക്തസ്രവമുള്ള ഒരു സ്ത്രീ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. वहां एक स्त्री के विषय में लिखा है जिनको रक्त का रोग था, वह उनके पल्लू को जाके पकड़ते हैं। 24-ാമത്തെ വാക്യവും അതുപോലെ തന്നെ 29-ാമത്തെ വാക്യത്തിന്റെ തുടക്ക ഭാഗവും നോക്കുക. തിക്കിക്കൊണ്ടിരുന്നു, തൊട്ടു, രണ്ട് കൊച്ചു പ്രയോഗങ്ങളാണ്. और वहां 25 में और 29 में भी हम इस प्रकार से पढ़ते हैं, वो उस वस्त्र को पकड़ा, छुआ। പ്രിയപ്പെട്ടവരെ, ആ അനേകം പേര് കർത്താവിനെ തിക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ ആവശ്യബോധത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ തന്നിൽ നിന്ന് ശക്തി കടന്നുപോയി എന്നറിഞ്ഞ് എന്നെ തൊട്ടതാർ എന്ന് പറഞ്ഞ കർത്താവ് തിരിഞ്ഞു നിൽക്കുന്നു. वह उन सारे भीड़ के बीच में से यह स्त्री अपनी जरूरत को समझकर प्रभु यीशु के कपड़े को जाके उसके पल्लू को पकड़ते हैं, तो किस प्रकार से उनके शरीर से शक्ति जाता है वह समझकर वह पूछते हैं, किसने मुझे छुआ करके। പ്രിയപ്പെട്ടവരെ, നമ്മളും ആവശ്യബോധത്തോടെ കർത്താവേ, ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ ഞാൻ മലിനതയുള്ളവനാണ് എന്ന് പറഞ്ഞ് ആ വസ്ത്രത്തിൽ ഒന്ന് തൊടുമ്പോൾ കർത്താവ് നമ്മളെ തിരിച്ചറിയും. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് നമ്മൾ സൗഖ്യമുള്ളവരായി തീരും. और हम भी इस प्रकार से अपने पाप की जागृति होते हुए हम जब प्रभु के पास जाकर बोलते हैं मैं पापी हूं, और प्रभु के वो कपड़े को पकड़ते हैं, तो वह शक्ति हमारे जीवनों में भी आएगा। ലൂക്കോസ് 15-ാം അധ്യായത്തില് നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമ കാണുന്നു. और लूका 15वें अध्याय में हम धूर्त पुत्र के विषय में हम पढ़ते हैं। അവിടെ അവൻ പിതാവിനെ കാണുമ്പോൾ ഞാൻ നിന്റെ മകനാകാൻ യോഗ്യതയില്ലെന്ന് പറയുമെന്ന് പറഞ്ഞ് അവൻ മെല്ലെ അങ്ങോട്ട് ചെല്ലുകയാണ്. वहां वह इतना दुखी होकर कि मैं तेरे योग्य नहीं हूं आने के लिए करके वह उड़ाओ पुत्र आके उनसे मिलता है। ഉടനെ പിതാവ് എന്താ ചെയ്യുന്നത്? പിതാവ് അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. तो वहां हम देखते हैं कि पिता किस प्रकार से दौड़कर उसकी ओर आते हैं। തുടർന്ന് അവർ ഒന്നിച്ച് പന്തിയിലിരിക്കുകയാണ്. എത്ര സന്തോഷം! और कितने खुशी के साथ वह मेज पर बैठकर खाना खाते हैं बाद में। പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യമാണ്. നമ്മൾ ഇതേവരെ ഇല്ലാത്ത ഒരു സന്തോഷവും സ്നേഹവും നീതീകരണവും അറിയണമെങ്കിൽ കർത്താവിനോട് കൂടുതൽ അടുത്ത് വരണം. और इस प्रकार से हमें एक अधिक रीति में खुशी और एक प्रभु का न्याय हमारे जीवन में हम देखना चाहते हैं, तो इस प्रकार से हमें अपना पाप की अवस्था को समझना है। കർത്താവിനോട് അങ്ങനെ കർത്താവിനെ ആവശ്യമുള്ളവരായിട്ട് നമുക്ക് എപ്പോഴാണ് ആയിരിക്കാൻ കഴിയുന്നത്? हम इस प्रकार से प्रभु की जरूरतमंद होकर हम कैसे जी सकते हैं? ആ രക്തസ്രവക്കാരി സ്ത്രീയെ പോലെ ഞാൻ മലിനയാണ് എന്ന് ബോധ്യമുള്ളവനാണ് സൗഖ്യം ലഭിക്കുക. वह स्त्री के समान जिसको मालूम था कि मुझे रक्त का रोग है,
अगर वह जागृति रहा तभी हमें उसमें से छुटकारा मिलेगा। ഞാൻ പാപിനിയാണ് എന്ന് ബോധ്യമുള്ള ആ പാപിനിയായ സ്ത്രീക്കാണ് പരീശനേക്കാൾ കർത്താവിനോട് അടുത്ത് ചെല്ലാൻ കഴിയുക. वह पाप से भरी हुई स्त्री को जब अपने पाप के विषय में मालूमात था तभी उसको वह फरीसी से ज्यादा एक अनुग्रह मिला। പത്രോസിനെ പോലെ സ്വന്തം ജീവിതത്തിലെ കഴിവുകേടുകൾ അല്ലെങ്കിൽ കർത്താവിനായിട്ട് പൂർണ്ണ മനസ്കതയോടെ നിൽക്കാൻ കഴിയാത്ത അപര്യാപ്തത കാണുമ്പോഴാണ് കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുക. पतरस किस प्रकार से अपनी जरूरतों को समझकर प्रभु बुलाने के बावजूद भी मैं उसके साथ सही रीति से नहीं खड़ा पाऊं, यह जब वह जागरूक होता है तो वह इस प्रकार से प्रभु के पास आता है। പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാൻ കഴിയുന്നത്. इसी प्रकार से हम अगर जिएंगे तभी हमें वह पवित्रता में हम बढ़ सकते हैं। ഇന്നലെ വരെ ഇല്ലാത്ത ഒരളവിൽ നമ്മിലുള്ള ആ പാപത്തെക്കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കണം. हमें कल के पाप से बढ़कर आज एक अधिकता में पाप के विषय में हमें एक जागृति होनी चाहिए। എങ്ങനെ നമുക്ക് അങ്ങനെ വെളിച്ചം ലഭിക്കും? റോമർ 5:20. यह किस प्रकार से हमें यह प्रकाश हमारे जीवन में आएगा? रोमियो 5:20। ഓ, വചനം നമ്മോട് ചേർന്ന് വരുമ്പോൾ ആ വചനത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ വാക്കുകളിൽ, മനോഭാവത്തിൽ, പ്രവർത്തനത്തിൽ ഉള്ള പാപത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യം കിട്ടുന്നത്. हम इस प्रकार से हमारे पाप के साथों साथ पवित्र शास्त्र जब हमारे जीवनों के साथ इस प्रकार से जुड़ जाता है तभी हमें हमारी पाप की अवस्था समझती है और हम पवित्रता में बढ़ने का शुरुआत करते हैं। അപ്പോൾ നമ്മൾ പത്രോസിനെ പോലെ ആത്മാർത്ഥമായും പറയും, കർത്താവേ, പാപിയായ എന്നെ വിട്ടു പോകണമേ എന്ന് പറയും. तब हम पतरस के समान हम भी बोलेंगे, प्रभु मैं पापी हूं, आप मेरे से दूर निकल जाएं। അപ്പോൾ കർത്താവ് നമ്മളെ വിട്ടു പോകുമോ? ഇല്ല. അതിന് നേരെ എതിരാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. क्या प्रभु उस समय हमें छोड़कर चला जाएगा? नहीं, परंतु वह हमें और भी नजदीकी में लेके जाएगा। ആ ധൂർത്തപുത്രൻ എനിക്ക് നിന്റെ മകനാകാൻ യോഗ്യതയില്ല എന്ന് പറയും എന്ന് പറഞ്ഞ് ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോഴാണ് അവനെ മാറോടടയ്ക്കാൻ പിതാവ് ഓടിച്ചെല്ലുന്നത്. वह उड़ाऊ पुत्र जिस प्रकार से मैं तेरा पुत्र बनने के योग्य नहीं हूं बोल के जब प्रभु के पास आता है तभी प्रभु उसकी ओर दौड़ कर आता है। ഇത് ഒരു എന്തെങ്കിലും ഒരു സൂത്രവാക്യമൊന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. यह एक कोई जादू का कुछ वचन या छड़ी नहीं है, परंतु यह हमारे जीवन में हमें अनुभव करने का एक मार्ग है। ഈ വഴിയിൽ പോകുമ്പോൾ നമുക്ക് നാൾ കഴിയുന്തോറും നമ്മിൽ തന്നെയുള്ള ഒരു ഫിലിപ്പിയർ 3:3 പറയുന്നത് പോലെ നമ്മിൽ തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. നോ കോൺഫിഡൻസ് ഇൻ അവർ ഫ്ലഷ്. और इस प्रकार से अगर हम चलेंगे तो हम हमारे ऊपर का जो भरोसा है वो हमारे जीवन से निकल जाएगा। ഇതൊരു കഷ്ടതയുടെയോ ഒരു സ്വയം പഴിക്കുന്നതിൻ്റെയോ ആ നിലയിലൊരു വിഷമം പിടിച്ച ഒരു ജീവിതമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും കർത്താവിനോട് കൂടുതൽ അടുത്തതുമായ ഒരു ബന്ധത്തിൻ്റെ ആ തുടർക്കഥയായിരിക്കും അത്. यह हमारे ऊपर एक दबाव का या दोष लगाने का एक इस प्रकार का एक जीवन नहीं है, परंतु वह खुशी और धन्यवाद का, क्योंकि प्रभु हमें इस प्रकार से नजदीक लेके आ रहा है, उसमें हम आगे बढ़ेंगे। വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കുന്നത് ഈ നിലയിലാണ്. इस प्रकार से ही एक पवित्र जन अपने आप को पवित्रता में बढ़ाता है। അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നതാണ് ന്യായപ്രമാണം, ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് കാണുമ്പോഴാണ് നമ്മുടെ വാക്കുകളുടെ മനോഭാവത്തിൻ്റെ അപര്യാപ്തത, ഇല്ലായ്മ, കുറവ്, അതിലെ പാപം നമുക്ക് കാണാനായിട്ട് കഴിയുക. पवित्र शास्त्र में हमें प्रभु के स्वरूप में बनना है। इस वचन को जब हम आधार रखते हैं तभी हमें मालूम पड़ता है कि मेरे बोलचाल में, मेरे सोच में किस प्रकार से कितनी कमियां हैं करके मुझे समझ में आता है।
ഓ, അപ്പോൾ നമ്മൾ കർത്താവിനോട് യഥാർത്ഥമായി ഒരു നിലവിളിയോടെ കർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലും. तब हम एक जरूरत के साथ, सच्चाई के साथ प्रभु के सामने हम पहुंचते हैं। ഇന്ന് അനേകര് കർത്താവിനെ തിക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അവരെ പലരെയും കർത്താവിന് അറിഞ്ഞുകൂടാ. कई लोग आज भी झुंड में प्रभु से पास आने के लिए धक्का तो मार रहे हैं, परंतु उनमें से किसी को भी प्रभु पहचानता नहीं है। എന്നാൽ കർത്താവേ, നീ അല്ലാതെ എനിക്ക് പാപമോചനം തരാൻ ആരുമില്ല എന്നുള്ള വലിയ പാപബോധത്തോടെ അവനെ ഒന്ന് നമ്മൾ തൊട്ടാൽ കർത്താവ് നമ്മളെ കൂടുതൽ അറിയും, അവിടുന്ന് നമ്മളെ മാർവോടെ ചേർക്കും. परंतु हम उस जगह पर यह विश्वास करते हुए, प्रभु तू ही है मुझे जो पाप से छुड़ा सकता है, यह बोध्य के साथ प्रभु के उस पल्लू को पकड़ने के लिए भी अगर हम नजदीक में जाते हैं तो प्रभु हमें अपनी ओर पूरी रीति से खींच लेगा। ഇങ്ങനെ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാം. इस रीति से हम पवित्रता को पूर्ण कर सकते हैं। കാരണം ഇതാ ഞാൻ വേഗം വരുന്നു, കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു. क्योंकि प्रभु का आगमन नजदीक है, मैं वापस जल्दी लौटूंगा। കർത്താവിനെ ജീവിതത്തിൽ കൂടുതൽ ആവശ്യമുള്ളവരായിട്ട് നമുക്ക് നാൾ കഴിയും തോറുമായിരിക്കാം. प्रभु की जरूरत हमारे जीवन में और भी अधिक समझते हुए हम आगे दिनों को बिताएंगे। കർത്താവിനെ തിക്കുന്നവരായിട്ടല്ല, കർത്താവിനെ തൊടുന്നവരായിട്ട് നമുക്കായിരിക്കാം. प्रभु के साथ ऐसे नजदीकी की और धक्का मारते हुए नहीं, परंतु उसको छूने वाले बने। നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. हम एक प्रभु के सामने एक वचन पढ़े, प्रार्थना करेंगे। ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, हमारे स्वर्गीय पिता, हमारे पिता, കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് പല നാളുകളായി. प्रभु हम विश्वास में आकर कई साल हो गए हैं। ഞങ്ങളെ വിശുദ്ധരെന്നാണ് അവിടുന്ന് വിളിക്കുന്നത്. आपने हमें पवित्र जन करके बुलाया है, എന്നാൽ ഇന്ന് വിശുദ്ധിയെ തികയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവ്. परंतु आज हमें पवित्रता को सिद्ध करने के लिए, पूर्ण करने के लिए हमें मदद कीजिए। ഞങ്ങളുടെ പാപബോധത്തെ വർദ്ധിപ്പിച്ചു തരണേ കർത്താവ്. हमारे पाप के विषय में जो जागृति है वो हमें बढ़ाइए। ഇതൊരു കേവലം ഒരു പരിചയമല്ല, നാള് കഴിയും തോറും കർത്താവിനെ കൂടുതൽ ആവശ്യമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണേ കർത്താവ്. प्रभु आपको केवल पहचानते हैं इसमें नहीं, परंतु आपके साथ वो नजदीकी में बढ़ने के लिए हमें मदद कीजिए। ഞങ്ങൾ ഞങ്ങളുടെ വിറയ്ക്കുന്ന വിരലുകൾ നീട്ടി ഓരോ ദിവസവും അങ്ങേ തൊടുന്നവരാക്കി ഞങ്ങളെ തീർക്കണേ കർത്താവ്. प्रभु हमारे हाथ कांपते हुए आपको छूने के लिए हर दिन हमें मदद कीजिए। പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ വഴിയെ ഞങ്ങളെ നിറച്ച് മുന്നോട്ട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. पवित्र आत्मा के शक्ति के द्वारा इस मार्ग पर चलने के लिए हमें और मदद कीजिए। പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. प्रार्थना सुनने के लिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. यीशु के नाम में प्रार्थना करते हैं, आमीन। എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. आप सबों को मेरा धन्यवाद और प्रेम मैं आप देना चाहता हूँ।